കേരളത്തിൽ ന്യൂജൻ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നുണ്ടോ? കാരണം എന്താണ്? ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഷെക്കന ന്യൂസ് തേടിയത്. തിരഞ്ഞെടുത്ത ചില പ്രതികരണങ്ങൾ നമുക്ക് കാണാം. ഇന്നത്തെ ഒരു സമൂഹത്തിലെ തലച്ചോറ് നശിച്ച ഒരു സമൂഹമായി, അല്ലെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന ലഹരികൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുക ഇന്നത്തെ ജനങ്ങൾ. അതിൻ്റെ പ്രധാന കാരണം ഇന്ന് കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന മിഠായിയിൽ വരെ ലഹരിയുടെ അംശമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത്തരത്തിൽ വളരെ മൈന്യൂട്ടായിട്ട് തന്നെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ മുതൽ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല എങ്കിൽ പോലും നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഓരോ സാധനങ്ങളിലും ലഹരിയുടെ ഉത്തേജനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു നിർമ്മാണ രീതിയാണ്, അല്ലെങ്കിൽ ഒരു സംസ്കാരമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. പുതിയ പുതിയ സുഹൃത്തുക്കളെ കാണുന്നു. അവർ MDMA, ഈ സ്റ്റാമ്പ്, അല്ലെ ഹാഷിഷ്, അല്ലെ കഞ്ചാവ്, അല്ലെങ്കിൽ മദ്യം, ഇതൊക്കെ കൊടുത്ത് മക്കളെ നിങ്ങൾക്ക് പഠിക്കാൻ, അതായത് ഇപ്പോൾ പഠിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധി ഉണ്ടാവും, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ജീവിച്ചാൽ പോരാ എന്ന് പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നടത്തുന്നത്. രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങുന്നു, സ്കൂളിൽ പഠനത്തിന് ശേഷം അല്ലെങ്കിൽ ഇടവേളയ്ക്ക് ഇൻ്റർവെല്ലിനൊക്കെ ശേഷം ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതയിലേക്ക് പോവുക. മക്കൾ നേരത്തെയാണ് അച്ഛനും അമ്മയും പറഞ്ഞു കേൾക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ വന്ന് പറയുകയും ചെയ്യും. ഇപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു, അവർക്ക് എന്താ ബുദ്ധിമുട്ട്, എന്താ വേദന, എന്നാ സങ്കടമെന്ന് രക്ഷിതാക്കളുമായി പങ്കുവെക്കാനുള്ള അവസരം ഇപ്പോൾ ഇവർക്കില്ല. അതൊക്കെ ഈ മൊബൈലും ഭയങ്കര ദുരുപയോഗമായി മാറി. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണെന്നും അല്ലെ ജീവിതത്തിൻ്റെ ആനന്ദം എന്താണെന്നും അറിയാതെ വരുന്ന മൂലം, അതുപോലെ വേണ്ടത്ര പരിഗണനയും പിന്തുണയും മുതിർന്നവരിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ യുവജനങ്ങൾ കിട്ടാതെ വരുമ്പോഴൊക്കെയാണ് ഈ പിന്തുണയും പരിഗണനയും ആനന്ദവും ഒക്കെ തേടി ഇത്തരത്തിലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിലേക്ക് കടന്നു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്കാര്യത്തിലൊരു എൻ്റെ ഒരു അഭിപ്രായം, നമ്മുടെ യുവജനങ്ങളെ വെറുതെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്താതെ അവരുടെ ഒരു ക്രിയാത്മകമായ ഒരു ഊർജം ചെലവഴിക്കുന്നതിനുള്ള ഒരു മാർഗം, അല്ലെ അതിനുള്ള സംവിധാനം പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ടാകണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സ്കൂളുകളിൽ പരമ്പരാഗതമായ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അവരുടെ പഠന പ്രവർത്തനത്തോടൊപ്പം അവരുടെ ക്രിയാത്മകത തിരിച്ചുവിടുന്നതിനുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങളിൽ സ്കൂളുകളിൽ ഉണ്ടാകണം. നമ്മുടെ സ്കൂൾ കുട്ടികളുടെയും പ്രത്യേകിച്ച് യുവാക്കളുടെയും ഇടയിൽ ഇന്ന് ലഹരിയുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പല പല കാരണങ്ങളുണ്ട്. പണത്തിന്റെ ലഭ്യത അവർക്ക് വർദ്ധിച്ചു. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ സിനിമകളിലൂടെ ലഹരി ഉപയോഗത്തിന് കിട്ടുന്ന ഒരു വലിയ സ്വീകാര്യതയും അംഗീകാരവും, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ കുട്ടികളുടെ മേലുള്ള ശ്രദ്ധയും കരുതലും ഒക്കെ കുറഞ്ഞു വരുന്നത്. പിന്നെ ചൂണ്ടിക്കാണിക്കുവാനുള്ളത്, അടിച്ചു പൊളിക്കാൻ അല്ലെങ്കിൽ ലഹരി സുഖ അനുഭവങ്ങളുടെ ആ ഒരു മാനസിക സന്തോഷം അവരൊത്തിരിയേറെ ആഗ്രഹിക്കുന്നു എന്നത്. അതുപോലെ തന്നെ പണ്ടത്തേതിൽ നിന്ന് പിരിമുറുക്കമുള്ള ഒരു യുവതലമുറ, പ്രശ്നങ്ങളെ നേരിടാനുള്ള മാനസികമായ കരുത്തിന്റെ കുറവ്, അതുപോലെ തന്നെ കൂട്ടുകാരുടെ പക്കൽ നിന്നുള്ള സമ്മർദ്ദം, ചാടിപ്പുറപ്പെടുന്ന അല്ലെങ്കിൽ എടുത്തു ചാടുന്ന തെറ്റായ ബന്ധങ്ങളുടെ തകർച്ചകൾ, സ്കൂൾ പാഠ്യപദ്ധതികളിലെ ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ചുള്ള ശരിയായ ബോധവൽക്കരണമില്ലായ്മ, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ നമ്മുടെ കുട്ടികളുടെ അല്ലെ ചെറുതലമുറയുടെ ലഹരിയുടെ ഉപയോഗത്തിന്റെ പിന്നിലുണ്ട്. ഈ ന്യൂജൻ ലഹരി വസ്തുക്കളുടെ ലഭ്യത ഇന്ന് വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി, അതുപോലെ തന്നെ നമുക്കറിയാം അനധികൃതമായിട്ടുള്ള ശൃംഖലകൾ വഴി ഇന്ന് യുവതലമുറയുടെ അടുത്തേക്ക് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന രീതിയിലാണ് ഇന്നത്തെ കാലഘട്ടം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്
അഡിക്റ്റായി മാറുന്ന ഒരു കാര്യമാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. ഒരു ട്രെൻഡിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകൾ വഴി, അതുപോലെ തന്നെ സിനിമകൾ വഴി ഒക്കെ ഇത്തരത്തിലുള്ള ന്യൂജൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒരു മോഡേൺ ആകുന്നതിന്റെ ഒരു സിമ്പലായി അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് യുവതലമുറയെ നയിക്കുന്നു എന്നുള്ളതും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്.